വെസ്റ്റ് നൈൽ ഫീവർ കോഴിക്കോടും മലപ്പുറത്തൊക്കെ 2 പേരുടെ മരണത്തിനിടയാക്കിയ പനി. ഇതൊരു വൈറൽ ഫീവറാണ്, കൊതുക് വഴി പരക്കണ അസുഖമാണ്. ഈ വൈറസിൻ്റെ പേരാണ് വെസ്റ്റ് നൈൽ വൈറസ്. 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് വെസ്റ്റ് നൈൽ വൈറസ് എന്നുള്ള പേരും വെസ്റ്റ് നൈൽ ഫീവർ എന്നുള്ള പേരും വരുന്നത്. സാധാരണയായിട്ട് പക്ഷികളിലാണ് ഈ വൈറസിനെ കാണുക. പക്ഷികളുടെ ചോര കുടിക്കാൻ കൊതുക് അവരെ പോയിട്ട് കടിക്കും. അപ്പോൾ ബ്ലഡിലൂടെ കൊതുകിലേക്ക് ഈ വൈറസ് എത്തും. കൊതുകിൻ്റെ ഉമിനീര് ഗ്രന്ഥിയിലും അതുപോലെ തന്നെ വയറിലും വെച്ച് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യും. ഈ കൊതുക് ബാക്കിയുള്ള പക്ഷികളെയും ആനിമൽസിനെയും അതുപോലെ തന്നെ മനുഷ്യന്മാരെയും കടിക്കുമ്പോൾ അവർക്കൊക്കെ ഈ വൈറസ് എത്തും, ഇൻഫെക്ഷൻ വരും. ഒരു കൊതുകും ഒരു പക്ഷിയൊന്നുമല്ലല്ലോ, ഒരുപാട് കൊതുകുകളും പക്ഷികളും മനുഷ്യന്മാരും ഇല്ലേ. അപ്പോൾ അസുഖം പരക്കാനുള്ള സാധ്യത ഉണ്ട്. സാധാരണ ആളുകളിൽ, മനുഷ്യന്മാരിൽ മുതിർന്ന ആളുകൾക്കാണ് ഈ അസുഖം വരിക. ഇത് പരത്തുന്ന കൊതുകിനെ നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. ക്യൂലിക്സ് കൊതുക് എന്നാണ് ആ കൊതുകിൻ്റെ പേര്. വൈകുന്നേരങ്ങളിൽ ചെവിയുടെ ചുറ്റും മൂളിപ്പാട്ടും പാടിയിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന കൊതുകില്ലേ, അതന്നെ ആള്. എവിടെ വെച്ച് കണ്ടാലും അടിച്ചു കൊല്ലുക. ഇനി മനുഷ്യന്മാർക്ക് ഈ വൈറസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 70% ആളുകൾക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും കാണണമെന്നില്ല. ചിലപ്പോൾ ഒരു പനി വരും, അതങ്ങനെ മാറിപ്പോകും. ബാക്കിയുള്ള 20 മുതൽ 30% വരെ ആളുകളിൽ പനി, തലവേദന, അതുപോലെ തന്നെ ശരീരവേദന, ചുവന്ന പാടുകൾ പൊന്തുക തുടങ്ങിയ ലക്ഷണങ്ങൾ വരും. ഇനി ഇവർ തന്നെ 1-2% ആളുകൾക്ക് ഈ അസുഖം തലച്ചോറിനെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ മസ്തിഷ്ക ജ്വരം, എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരാം. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഈ 1-2% ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിരോധ ശക്തി കുറഞ്ഞ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളായിരിക്കും. അവർ മറ്റ് അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കിഡ്നീൻ്റെ അസുഖം, അവയവങ്ങൾ മാറ്റിവെച്ച ആളുകൾ, ക്യാൻസർ പോലത്തെ അസുഖങ്ങളുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ കടി കൊള്ളാതെ നോക്കുക, കൊതുക് പെരുകി വളരുന്ന ഉറവിടങ്ങളൊക്കെ നശിപ്പിച്ച് കളയുക എന്നൊക്കെയാണ് പ്രിവെൻഷൻ. ഓക്കെ, താങ്ക് യു.